ജെറമിയായുടെ പുസ്തകം 15-ാം അധ്യായം 21-ാം തിരുവചനം. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. നല്ല ഈശോയെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണ യാചിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ദിനത്തിൽ അങ്ങയുടെ കരുണ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നാഥ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥകൾ, പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത അവസ്ഥകൾ, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അവസ്ഥകൾ, ജീവിത സാഹചര്യങ്ങൾ എല്ലാം ദൈവമേ നിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ജീവിതം പലപ്പോഴും സമ്മാനിച്ചത്. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ താങ്ങാനാവാതെ പാപത്തിൻ്റെ വഴികളിൽ ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവരെ അങ്ങ് കരുണയോടെ ഈ സമയം തിരുത്തണമേ. അവിടുത്തെ വഴികളിലേക്ക് സ്നേഹത്തോടെ തിരികെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുവാനും വിശുദ്ധീകരിക്കുവാനും സാധിക്കണമേ. കുംഭസാരം എന്ന കൂദാശയിൽ നിന്നും അകന്നുപോയ മനുഷ്യരെ ഓർക്കുന്നു. ദൈവമേ, ഹൃദയങ്ങളെ പരിശോധിക്കുവാനും ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാഥ, ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യുവാൻ അവിടുത്തെ മാലാഖമാരെ അയക്കണമേ. വലിയ നന്മകളാൽ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിനത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്ക വിധത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നീ അനുഗ്രഹം ചൊരിയണമേ. ഒരത്ഭുതം പ്രവർത്തിക്കണമേ. പാപഭാരത്താൽ കുനിഞ്ഞു പോയ ശിരസ്സുകളെ തല ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 6-ാം തിരുവചനം. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഈശോയെ, ഇപ്പോൾ ഈ സമയം അങ്ങനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിന്, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ മക്കളെയും ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്ന്, പാപവഴികളിൽ നിന്ന്, പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ പ്രത്യേകമാംവിധം അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാ വിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. കാഴ്ചയായി നിവേദിക്കും മീയപ്പവും വീഞ്ഞും കനിവോടെ കൈക്കൊള്ളുക നാഥ. കാഴ്ചയായി നിവേദിക്കും മീയപ്പവും വീഞ്ഞും കനിവോടെ കൈക്കൊള്ളുക നാഥ. കാഴ്ച അണയുന്നീ വേളയിൽ പ്രാണനും തിരുമുൻപിലേക. എൻ ജീവിതത്താലം നിന്ദാനമല്ലോ. എൻ ജീവിതത്താലം നിന്ദാനമല്ലോ.
കാഴ്ചവച്ചിടാം സ്വീകരിക്കൂ. ഉള്ളു തുറന്നെന്നെ ചേർത്തണയ്ക്കൂ. എൻ ജീവിതത്താലം നിൻ ദാനമല്ലോ. ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള നിയോഗ പ്രാർത്ഥനയുടെ 3-ാം ദിവസമാണിത്. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ 3 നിയോഗം ഒരു നിമിഷം നമുക്ക് മൗനമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന 9 തവണ ചൊല്ലി നമ്മുടെ ആഗ്രഹം നമുക്ക് സമർപ്പിക്കാം. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ.